അതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേര് കാണിക്കണമെന്ന് പറഞ്ഞ വീഡിയോ ആണ് ഇത്. കറിവേപ്പിലയും പയറും മുരിങ്ങയ്ക്കൊക്കെ ഞാൻ ഫ്രീസ് ചെയ്യാൻ പോവാണ്. കാണിച്ചു തരാം കേട്ടോ. അന്ന് കണ്ട കറിവേപ്പില ഫുള്ള് ഞാൻ ഫ്രീസ് ചെയ്ത് കേട്ടോ. ഇതിപ്പോ ഞാൻ കാണിക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് വാങ്ങിച്ചതാണ്. ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കാമേ. പിന്നീട് നമ്മളിത് കഴുകത്തില്ല കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇനി വൃത്തിയുള്ള ഒരു കിച്ചൺ ടവൽ ഉപയോഗിച്ച് ഇതിന്റെ വെള്ളമെല്ലാം നമുക്ക് തുടച്ചെടുക്കാം. ഇതിൽ നിന്ന് തണ്ടെല്ലാം ഊരി മാറ്റണേ. ഒന്നുകൂടെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. ഇനി നമുക്കിതൊരു സിപ്ലോക്കിലിട്ട് സീൽ ചെയ്യാം. മാക്സിമം എയർ കളഞ്ഞ് വേണം ഇത് സീൽ ചെയ്തെടുക്കാൻ കേട്ടോ. ബാക്കി വെജിറ്റബിൾസും കൂടെ നമുക്ക് ഇങ്ങനെ ചെയ്യാമേ. ഇത് സാമ്പാർ പീസാണേ. മുരിങ്ങയ്ക്കയും കട്ട് ചെയ്യാമേ. ദേ നല്ല ഫ്രഷ് പയറാ കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടേ, പടവലങ്ങയൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് അളിഞ്ഞു പോകുന്നു. നമ്മൾ ഇത് ഒരിക്കലും പുറത്ത് വെച്ച് ഐസ് കളയാൻ പാടില്ല കേട്ടോ. ഈ ഫ്രീസ് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ നേരിട്ട് ഫ്രീസറിൽ നിന്ന് കറികളിലേക്കോ എണ്ണയിലേക്കോ ഇടുക ചെയ്യേണ്ടത്. നോൺ വെജ് അല്ലേ നമ്മൾ പുറത്ത് വെച്ച് തോ ചെയ്യേണ്ടത്. ഇതൊക്കെ ഫ്രീസറിൽ തന്നെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 2 വർഷം വരെ ഇത് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതുകൊണ്ട് ഫ്രീസറിൽ വെക്കാമേ. ഇത് ഓണത്തിന് ഫ്രീസ് ചെയ്ത കറിവേപ്പിലയാണ്. 2-3 പാക്കറ്റ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഓണത്തിന് ഇതുപോലെ ഫ്രീസ് ചെയ്ത കറിവേപ്പിലയാണ് ഞാൻ ഈ വർഷത്തെ ഓണത്തിന് ഉപയോഗിച്ചത് കേട്ടോ. റീല് നോക്കണേ, കടുവറുത്തതിലൊക്കെ അതാ ഉപയോഗിച്ചേക്കുന്നത്.